ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയിലും ലൈവിലും ഷോർട്സിലും എല്ലാം നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുകയും അതുവഴി കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ യൂട്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു ഷോർട്ടിൽ അത് അപ്ലോഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് വന്നൊരു വാർണിംഗ് മെസ്സേജാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ടാഗ് ചെയ്യുന്നത് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പല അഭിപ്രായങ്ങളുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്താണ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊന്നുമില്ല. പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്യുക തന്നെ വേണം. കാരണം അത് ചെയ്താലേ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് അതുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ്. അതിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പോലെ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ ടാഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. ടാഗ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിത് ഇതുപോലൊരു സ്ക്രീനിലേക്ക് പോകും. അതിൽ ഷോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ഞാൻ ഒരു ഫ്ലിപ്കാർട്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിന് ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് സെർച്ച് പ്രൊഡക്ട്സ്, എന്താണ് നമ്മുടെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രൊഡക്റ്റ്, അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആ വീഡിയോയിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഇതാണ് എനിക്ക് വയലേഷൻ വന്നത്. നമ്മുടെ ആ വീഡിയോയിൽ എന്തൊക്കെ, ഇപ്പോൾ നമ്മൾ ആ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ അവിടെ കാണിക്കണം അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്ന എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സിൽ ഇങ്ങനൊരു പിക്ചറാണ് അതിലുള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് എന്തൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ, അംബ്രല്ല കൊടുക്കാം, ടാഗ് ചെയ്യാം. അതുപോലെ വസ്ത്രങ്ങൾ, ഡ്രസ്സ്, സാരി, അതുപോലെ വള, വാച്ച്, കമ്മൽ, മാല, ഇതുപോലെ എന്ത് വേണമെങ്കിലും ടാഗ് ചെയ്യാം. അതാണ് പറഞ്ഞത്. നമ്മളത് കൊടുക്കുന്നത് ജസ്റ്റ് ആ സ്ക്രീനിലൊന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റായിട്ട് കാണണം. അതിനാണ് എനിക്ക് വയലേഷൻ വന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വയലേഷൻ വാർണിംഗ് ഞാൻ വായിക്കാം ഒന്ന്. സം ഓഫ് യുവർ ടാഗ്ഡ് പ്രൊഡക്ട്സ് ആർ നോട്ട് ഫോളോയിങ് ടാഗിങ് ഗൈഡ് ലൈൻസ്. ഓൺലി ടാഗ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ ഷോൺ ഓർ മെൻഷൻഡ് ഇൻ കണ്ടൻറ്റ്. ഒന്നെങ്കിൽ അതിൽ കാണിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കണം. നല്ല രീതിയിൽ കേട്ടോ, ബാഡായിട്ടുള്ള രീതിയിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് ദൂരെ ഇടും യൂട്യൂബ്. അത് നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നെങ്കിൽ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണം. രണ്ടാമത്തെ ആ പോയിന്റിൽ അതുണ്ട്. യൂസ്ഡ് ആസ് ഇൻറ്റൻഡഡ് ആൻഡ് സേഫ്. അത് ഇപ്പം ഞാനൊരു ഫോൺ കാണിക്കുകയാണ്. ഫോൺ കാണിച്ചിട്ട് അത് തല്ലിപ്പൊട്ടിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് അതിൽ ഫോൺ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് അത് എടുത്ത് കളയും യൂട്യൂബ്. അത് എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കളയും, ഇത് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കളയും, അല്ലെങ്കിൽ ചാനലിനെ ബാധിക്കും. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് ടാഗ് ചെയ്യാം. ഇനി ആ പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ അതിൽ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ആ സ്ക്രീനിൽ എന്തൊക്കെയാണോ പിക്ചേഴ്സ്, എന്തൊക്കെയാണ് കാണുന്നത്, അത് നമുക്ക് അതിലേത് വേണമെങ്കിലും ടാഗ് ചെയ്യാം. കമ്മൽ, വള, ഇപ്പം ഞാൻ ആ കൊടുത്ത പിക്ചറിൽ കാണുന്ന കമ്മൽ, വള, സാരി, പൊട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും കാരണം അതിലത് ഓൾറെഡി അതിലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. താങ്ക്